പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഒരു വേള കൂടെ കർത്താവിൻ്റെ വചനവുമായി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കിയ അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കും. ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് വെളിപ്പെടും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് യേശു കർത്താവ് മാർത്തയോട് പറഞ്ഞ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 40-ാമത്തെ വാക്യം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. തനിക്ക് ഏറ്റവും പ്രിയനായവൻ ദീനം പിടിച്ച് കിടന്ന വാർത്ത അറിയിച്ചിട്ടും 4 ദിവസം കഴിഞ്ഞ്, അതായത് മരിച്ചു 4 ദിവസം കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് അവിടേക്ക് വരുന്നത്. നമ്മുടെ അതായത് മലയാളികളുടെ ഒരു കൾച്ചർ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ അടക്കത്തിൻ്റെ തൊട്ട് മുമ്പ് വരെയും ഒരുപക്ഷെ ഇവർ ആ വഴി തിരിഞ്ഞു നോക്കിക്കാണും. ഇപ്പോഴെങ്കിലും ഗുരു ഒന്ന് വന്നിരുന്നെങ്കിൽ അല്ലേ, വരുന്നോ എന്ന് നോക്കി. നമ്മൾ ഈ സെമിത്തേരിയിലൊക്കെ ബോഡി കൊണ്ടുപോയി വെച്ചിട്ട് ഇനിയും കാണുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു നിമിഷം നമുക്കറിയാമല്ലോ. ഒരുപക്ഷെ ഭവനത്തിൽ വന്ന് കാണാൻ കഴിയാത്തവർക്ക് കൂടെ അവസാന ഒരു നോക്ക് കാണാൻ ആ സെമിത്തേരിയിൽ, അതോ ആ ബോഡി അടക്കം ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു അവസാന സന്ദർഭം. ഇവിടെ അങ്ങനെ ഒരു സന്ദർഭം അവരും പ്രതീക്ഷിച്ചു. അവസാന നിമിഷമെങ്കിലും യേശു കർത്താവ് എത്തുമെന്ന്. വന്നില്ല. ചിലപ്പോൾ നമ്മുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നടന്നില്ല എങ്കിലും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ദൈവമഹത്വമായി വെളിപ്പെടും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ യേശു കർത്താവ് വന്നു, മാർത്ത എതിരേറ്റു, പിന്നീട് മറിയ യേശുവിനെ കാണുന്നു. അവരൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ നമുക്കറിയാം. അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ഈ മരണത്തെക്കുറിച്ച്, അതിൻ്റെ വേദന, അത് വ്യക്തികളിൽ വരുത്തുന്ന ആഴമേറിയ ചില വേർപാടുകൾ, അതിൻ്റെ ദുഃഖം, അതിനെക്കുറിച്ചൊക്കെ മനുഷ്യനായി 100% മനുഷ്യനായി ഭൂമിയിൽ ജീവിക്കുന്ന യേശു കർത്താവിന് നന്നായി അറിയാം. യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നടന്നുവെന്നും ക്ഷീണിച്ചുവെന്നും ദാഹിച്ചുവെന്നും വിശന്നുവെന്നും ഒക്കെ തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ 100% ദൈവമായും 100% മനുഷ്യനായും യേശു കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയുടെ ബന്ധത്തിൽ ആയിരുന്ന കാലത്ത് ഇവിടെയും ആ വേദന ഉൾക്കൊള്ളുക. മറിയ എഴുന്നേറ്റ് പോകുന്ന കണ്ടപ്പോൾ യഹൂദന്മാർ ഓർത്തു കല്ലറയ്ക്കൽ കരയാൻ പോവുക, അവരും കൂടെ വരിക. അങ്ങനെ യേശുവിനെ കാണുന്നു. ആ സംഭാഷണങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ സത്യത്തിൽ മറിയ കരയുക, തൻ്റെ കൂടെ വന്ന ഈ യഹൂദന്മാരും കരയുക. ഇത് കണ്ടപ്പോൾ യേശു കർത്താവിൻ്റെ ഉള്ളവും നൊന്തു കലങ്ങി. യേശുവും കരഞ്ഞു. നമ്മുടെ ആ വേദനകളെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ കൂടപ്പുറപ്പുകൾക്കോ നമ്മുടെ കൂട്ടാളികൾക്കോ കഴിഞ്ഞില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ കർത്താവിന് കഴിയും, യേശു കർത്താവിന് കഴിയും. ഇവിടെ കർത്താവും അവിടെ കരഞ്ഞപ്പോൾ കർത്താവും കരഞ്ഞു എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അടുത്തത് ചോദ്യം ഇതാ, അവനെ വെച്ചത് എവിടെ? സത്യത്തിൽ ഞാൻ ആ പറഞ്ഞ നമ്മുടേതായ കൾച്ചർ അനുസരിച്ച് ആ ലാസ്റ്റ് മൊമെൻ്റ്, അതായത് കല്ലറയിലേക്ക് വെക്കുന്നതിന് മുമ്പ് പോലും ഒരു നോക്ക് കാണാൻ കഴിയുമോ വരുമോ എന്നവർ ചിന്തിച്ചു. പക്ഷേ വന്നില്ല. എന്നാൽ ഇപ്പോൾ അവനെ വെച്ചത് എവിടെ എന്നുള്ള ആ ചോദ്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മുഖം ഒന്നുകൂടെ ഒന്ന് കാണാനായിരിക്കുമെന്ന് ഒരു ചിന്ത. അങ്ങനെ അവിടെ ചെല്ലുന്നു, കല്ലറയുടെ മുമ്പിൽ ചെല്ലുന്നു. അടുത്ത സെൻറ്റൻസ് യേശുവിടെ പറയുന്ന മറ്റൊന്നുമല്ല, കല്ല് നീക്കുവീൻ. ഞാൻ ആ പറഞ്ഞ ചിന്തയോടുള്ള ബന്ധത്തിൽ സത്യത്തിൽ ആ മരിച്ചുപോയ ലാസർ അത്രമാത്രം യേശുവിന് പ്രിയനായതുകൊണ്ട് ആ മുഖം ഒരു നോക്ക് കാണാനായിരിക്കാം എന്നൊരു ചിന്ത. അതുകൊണ്ടായിരിക്കാം അടുത്ത സെൻറ്റൻസ് മാർത്ത പറയുക, കർത്താവേ 4 ദിവസമായില്ലേ, നാറ്റം വെച്ചല്ലോ, 4 ദിവസമായല്ലോ. അതായത് ഒരു മുഖം കാണാനാണെങ്കിൽ അത് പ്രതീക്ഷിക്കുന്ന പോലൊന്നും കാണാൻ പറ്റത്തില്ല. അത്രമാത്രം അത് നാറ്റം വെച്ചു, അഥവാ അഴുകി. 4 ദിവസത്തെ പഴക്കമായില്ലേ. അപ്പോൾ അടുത്ത സെൻറ്റൻസ് യേശു കർത്താവ് പറയുക, മാർത്തേ ഞാനൊരു കാര്യം പറഞ്ഞോ, 40, വിശ്വസിച്ച നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ?
അപ്പോൾ വികൃതമായ മുഖത്തോടുകൂടെ നാറ്റം വമ്മിച്ച ശരീരത്തോടുകൂടെ ഓൾറെഡി ദീനമായിരുന്നല്ലോ. അങ്ങനെയുള്ള ഒരു ലാസറിനെ കാണാനാണോ? അല്ല, അല്ല. ഇതിൻ്റെ മറ്റൊരു തലം, അകത്ത് മരണവും മരണാനന്തരവുമുള്ള കാര്യമാണ് കല്ലറയ്ക്കകത്തിരിക്കുന്നതെങ്കിൽ കല്ലറയ്ക്ക് പുറത്ത് നിൽക്കുന്നത് ജീവനാണ്. സ്തോത്രം, ജീവനാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവാണ് പറയുന്നത്, കല്ല് നീക്കുവിൻ. കർത്താവിനൊരു വാക്ക് കൽപ്പിച്ചാൽ ആ കല്ല് അവിടുന്ന് ഉരുണ്ട് മാറ്റാം അല്ലെങ്കിൽ മാറിപ്പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ അല്ല, മനുഷ്യൻ ഉരുട്ടി വെച്ച ചിലത്, അല്ലെങ്കിൽ മാനുഷികമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കർത്താവ് നമ്മളെ അനുവദിക്കും. അതായത് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ അതുകൊണ്ട് കല്ല് നീക്കുവീൻ എന്ന് പറഞ്ഞു. കല്ല് നീക്കി. യേശു കർത്താവിൻ്റെ വളരെ പരിമിതമായ വാക്കുകൾ കൊണ്ടുള്ളൊരു പ്രാർത്ഥന. കർത്താവെ, അല്ലെങ്കിൽ പിതാവേ, അങ്ങൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും അങ്ങനെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട്, അതായത് ആ പ്രാർത്ഥന കഴിഞ്ഞ് യേശു വിളിക്കുക, ലാസറേ പുറത്തു വരിക. അടുത്ത സെൻറ്റൻസ് തിരുവെഴുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കയ്യും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. സത്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല. യേശു വന്നു കണ്ടു അങ്ങ് പോകും, അല്ലെങ്കിൽ ആ നിലയിലൊരു കാര്യം, അത്രയേ ഉള്ളൂ. എന്നാൽ ഇവിടെ സംഭവിച്ചത് അവരുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി മരിച്ചവന് ജീവൻ തിരികെ കൊടുക്കാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രതീക്ഷകൾ അവസാനിച്ച അസ്തമിച്ച ഒത്തിരി കാര്യങ്ങൾ കാണും. നമ്മൾ ഓർത്തു ഇന്നിന്ന സമയങ്ങളിൽ ആ കാര്യങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ഇത്രയും നാളുകളായി ഇനിയിപ്പോൾ അതിനകത്തൊന്നും ഒരു വിടുതലില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന എഴുതിത്തള്ളിയ ചില കാര്യങ്ങളിൽ ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണുവാനിടയാകും. എത്ര പഴകിയതാകട്ടെ, എത്ര നാൾ കഴിഞ്ഞതാകട്ടെ, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, സാധ്യതകളൊന്നും കാണാത്തിടത്തും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം അത്ഭുതങ്ങൾ ഇന്ന് സംഭവിക്കുകയാണ്. വിശ്വാസത്തോടെ ഈ വചനം ഏറ്റെടുക്കാം. അവിടെ കെട്ട് അഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചലിക്കുന്ന അകത്ത് ജീവനുള്ള ഒരു ലാസറ പുറത്തു വന്നു. അകത്ത് ജീവനുള്ളതിൻ്റെ പുറമെ എത്ര കെട്ടിയാലും മനുഷ്യൻ കെട്ടിയ കെട്ടുകളൊന്നും നിലനിൽക്കുകയില്ല. അതെല്ലാം അഴിച്ചു മാറ്റേണ്ടി വരും. ഒരാത്മീയ ശുശ്രൂഷയിൽ ആത്മാർത്ഥമായി ദൈവസന്നിധി പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒതുക്കപ്പെട്ട ഏതെങ്കിലുമൊക്കെ മേഖലകളുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവ് പറയുന്നത് അതിനെ തകർത്തുകൊണ്ട്, അങ്ങനെയുള്ള എല്ലാ കെട്ടുകളെയും തകർത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിനായി പുറത്തു വരുന്ന സമയമായത്. അതുകൊണ്ട് എങ്ങും ഒതുക്കപ്പെട്ടു പോകരുത്. അത് കല്ലറ പോലെ ശൂന്യമായ, അല്ലെങ്കിൽ ആരാരും വന്നെത്താൻ പോലും അല്ലെങ്കിൽ എത്തി നോക്കാൻ പോലും ധൈര്യപ്പെടാത്ത ഏതൊക്കെയോ മേഖലകളിൽ ഒതുക്കപ്പെട്ടു വന്നാൽ അപ്പുറത്തേക്ക് വിശാലതയിലേക്ക് ജീവൻ പ്രാപിച്ച് കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുവാൻ ഈ നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഇനി ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ സ്ഥാനത്ത് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞങ്ങൾ കേട്ട വചനപ്രകാരം ഇന്ന് വിശ്വാസത്തോടെ ദൈവസ്ഥലിൽ അടുത്തു വരുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, അവരുടെ ഭാരമേറിയ വിഷയം എന്തു തന്നെയാകട്ടെ, ഇനിയിപ്പോൾ ഒരു വിടുതൽ കാണുകയില്ല എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ച വിഷയമാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അതിവേഗം ഓടുന്ന വചനപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ മഹത്വം കാണത്തക്ക നിലയിൽ ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെട്ട് വരട്ടെ. അങ്ങനെ ചെയ്തിരിക്കായി സ്തോത്രം. അവിടുത്തെ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ ദാസൻ എന്ന നിലയിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുന്നത് വിശ്വാസ കണ്ണാൽ കാണുന്ന കർത്താവ് ചെയ്തിരിക്കാൻ നന്ദി. പ്രാർത്ഥന കൈക്കൊണ്ടനായി സ്തോത്രം. ക്രിസ്തുയേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചന കേൾവി നിങ്ങൾക്കൊരു അനുഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ ദയവായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.